നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സാധാരണ ഉള്ള ഫോൺ വെച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു വെബ് ക്യാം നല്ലൊരു വെബ് ക്യാം നോക്കുകയാണെങ്കിൽ ലോജിടെക്കിൻ്റെ ഏകദേശം 3000-4000 രൂപയോളം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വെബ് ക്യാം നമുക്ക് യൂസ് വരുന്നതെന്ന് പറയുമ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ യൂസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് യൂസ് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ പഠിത്തം ഓൺലൈൻ ആക്കിയുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു വെബ് ക്യാം യൂസ് വരുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ക്യാമറയുണ്ട്, പക്ഷേ അതിൽ ക്ലാരിറ്റി നല്ല കുറവായിരിക്കും. അപ്പം നിങ്ങളുടെ ഫോണിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതേ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കണ്ട് സംസാരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ വെബ് ക്യാം വരുന്നില്ല, അത് ക്യാമറ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു വെബ് ക്യാം യൂസ് ചെയ്യാത്ത നമുക്ക് ലൈവ് സ്ട്രീം ഓൺലൈൻ സ്റ്റഡി ഒന്നും നടക്കില്ല. സോ നമുക്ക് നമ്മുടെ ഇതുപോലത്തെ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാവുന്ന, ഒരു കേബിളോ ഒന്നും വേണ്ട, ഒന്ന് കണക്ട് ചെയ്യുക പോലും വേണ്ട, നമുക്കൊന്ന് വൈഫൈ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളഞ്ഞില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏത് ഫോണാണോ ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്ന IVCam എന്നാണ്. IVCam എന്ന് വെബ് ക്യാം എന്ന് നിങ്ങൾക്ക് അടിക്കുമ്പോൾ തന്നെ കിട്ടും. IVCam വെബ് ക്യാം ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് 5 MB അങ്ങാണ്ടേ ഉള്ളൂ അത്. അപ്പം പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവുന്നതാണ്. 3-5 MB ഉള്ളൂ. അപ്പോൾ അത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സിസ്റ്റത്തിലാണോ ലൈവ് സ്ട്രീം അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റഡി നടത്തേണ്ടത് അതിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് IVCam for PC എന്ന് അടിക്കണം. എന്നിട്ട് ആദ്യം ക്ലിക്ക് ചെയ്യുന്ന ആ ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഫോർ വിൻഡോസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു PC-ക്ക് വേണ്ടിയുള്ള വെർഷൻ അതിൽ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു വെർഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത IVCam ഓപ്പൺ ആക്കുക. എന്നിട്ട് എൻ്റെ കയ്യിലിപ്പം ഞാൻ നേരത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വരുന്നതെല്ലാം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വൈഫൈ ഓൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫോണിൽ കാണുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ കാണുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം. അപ്പോൾ ഒരു ലാഗ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല, ഒരു ഡിലേയും ഇല്ല. അപ്പം നല്ല കൃത്യമായിട്ടുള്ള ഇത് തന്നെ അതിൽ കാണുന്നുണ്ട്. ആ ഫോണിൻ്റെ ക്യാമറയുടെ അതേ ക്ലാരിറ്റി തന്നെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കോഡ് പോലും, ഒരു ചാർജറിൻ്റെ കോഡ് പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മളിത് കണക്ട് ചെയ്ത് വൈഫൈ വഴി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്ലാഷൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. രാത്രിയൊക്കെ ആണെങ്കിൽ ഫ്ലാഷൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ക്യാമറ മാറ്റാൻ പറ്റും. ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ബാക്ക് ക്യാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആ ക്യാമറ മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ആ ഓൺലൈൻ സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോ കോളിൽ ഈ ഒരു ക്യാം ഓപ്പണായി വരുന്നതാണ്. ഇപ്പം നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളാണെങ്കിൽ OBS സ്റ്റുഡിയോ ആണ് നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതെങ്കിൽ അതിൽ കയറിയതിന് ശേഷം നമ്മുടെ ആ ഒരു ക്യാമറയുടെ ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ IVCam സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബോക്സ് വരുന്നതാണ്. നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള, നമ്മുടെ ആ ഫോണിലെ ക്യാമറയുടെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് വരുന്നതാണ്. അപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഈ പ്രത്യേകം പറയും, ഈ OBS സ്റ്റുഡിയോയിൽ ഞാൻ കാണിക്കുന്ന ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴി സ്റ്റഡി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓൾറെഡി വീഡിയോ കോൾ ചെയ്യുമ്പം ഇത് ഓണായി വരുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ OBS സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആ ഒരു സ്ക്വയർ ബോക്സ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് വിചാരിക്കുന്നു. ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് കണ്ട് സംസാരിച്ച് പഠിക്കുന്ന കുട്ടികൾക്കും മാത്രമല്ല നമ്മുടെ ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമാണ് ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കിടിലുമായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.